ഹായ് ഫ്രണ്ട്സ്, ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത് ഇതുപോലെയുള്ള ചായയൊക്കെ ആക്കുന്ന പാത്രങ്ങളിലെ ഈ കറ എങ്ങനെ പോക്കാം എന്നതാണ് കേട്ടോ. അപ്പോൾ അതിനായി നമുക്കൊന്ന് നോക്കാം. അതിനായി നമുക്ക് അമിതമായ സ്ക്രബ്ബറോ കാര്യങ്ങളോ ഒന്നും വേണ്ട കേട്ടോ. അതിനായി വേണ്ടതെന്ന് പറയുന്നത് ഒരല്പം പഞ്ചസാര. അപ്പോൾ ഒരല്പം പഞ്ചസാര ഞാൻ എടുക്കുന്നുണ്ട് കേട്ടോ. ഒരല്പം പഞ്ചസാര ഇതിന് വേണ്ടി നമുക്ക് എടുക്കാം. ഇനി വേണ്ടത് നമുക്ക് ഏതെങ്കിലും ഒരു ഡിഷ് വാഷറാണ് കേട്ടോ. പഞ്ചസാരയിലാണ് നമ്മുടെ ഈ സൂത്രം എന്ന് പറയുന്നത്, അഥവാ നമ്മുടെ കറ പോക്കുന്ന സൂത്രം പഞ്ചസാരയിലുണ്ട്. പലരും ഇത് സ്വപ്നത്തെ പോലും കെട്ടിയിട്ടുണ്ടാവില്ല. അപ്പം നമുക്ക് എന്താണെന്നൊന്ന് നോക്കാം. ഒരല്പം ഡിഷ് വാഷർ ഒഴിക്കുന്നുണ്ട് കേട്ടോ. ഏതെങ്കിലും ഒരു ഡിഷ് വാഷർ ആയാൽ മതി കേട്ടോ. ഇന്നത് തന്നെ വേണം അങ്ങനെ ഒന്നുമില്ല കേട്ടോ. ഇനി ഇതിലേക്ക് വേണ്ടതെന്ന് പറയുന്നത് നമുക്ക് ഒരല്പം വിനാഗിരിയാണ് കേട്ടോ. അപ്പോൾ ഒരല്പം വിനാഗിരിയാണ് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇനി ഇത് നമുക്ക് കുറച്ചൊന്ന് യോജിപ്പിക്കാൻ വേണ്ടി വെക്കാം. നന്നായി ഒന്ന് അബ്സോർവ് ചെയ്ത് കിട്ടാൻ വേണ്ടി വെക്കാം. അപ്പോൾ വേണമെങ്കിൽ നമുക്ക് ഒരു കയ്യിൽ ഉപയോഗിച്ചോ അല്ലെങ്കിൽ സ്പൂൺ ഉപയോഗിച്ചോ ജസ്റ്റ് ഒന്ന് അബ്സോർവ് ചെയ്യാൻ വേണ്ടിയിട്ടൊന്ന് വെയിറ്റ് ചെയ്യാം. അപ്പോൾ ഇത് നന്നായി ഒന്ന് അബ്സോർവ് ചെയ്ത് വരുന്നുണ്ട് കേട്ടോ. പഞ്ചസാര ഏകദേശം അതിൽ നന്നായി ഒന്ന് അലിഞ്ഞു വരുന്നുണ്ട്. ഏകദേശം ഇതേ തോതിലായിട്ടുണ്ട്. ഈ തോതിലായത് വേണം നമുക്ക് ഉപയോഗിക്കാൻ കേട്ടോ. അപ്പോൾ നമുക്ക് ഒരു സ്പോഞ്ചിൻ്റെ എന്തെങ്കിലും സഹായത്തോടു കൂടി നമുക്ക് ഇതിലെ കറ ഒന്ന് ഇളക്കി കാണിച്ചു തരാം ഞാൻ. അപ്പോൾ ഞാൻ കുറച്ച് എടുത്തിട്ടുണ്ട് കേട്ടോ. ഈ പാത്രത്തിൽ ഇതൊക്കെ നല്ല ചായക്കറാണ്. ഒരുപാട് ചായ ഒക്കെ ആക്കി കഴിഞ്ഞാൽ എങ്ങനെയായാലും ഇതുപോലൊരു കറ കെട്ടാറുണ്ട്. അപ്പോൾ ഇത് നമുക്ക് അധികം ഇങ്ങനെ പ്രസ് ചെയ്യുന്നത് വേണ്ടത്. ഇത് ജസ്റ്റ് ഇങ്ങനെ നോക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് കാണാം നന്നായി ഇളകുന്നത്. പ്രത്യേകിച്ച് സ്പോഞ്ചൊക്കെ കയ്യിലുള്ളവരാണെങ്കിൽ സ്പോഞ്ചായിരിക്കും ബെറ്റർ, സ്ക്രബ്ബറിൻ്റെ ആവശ്യമില്ല കേട്ടോ. അപ്പോൾ ഇത് ജസ്റ്റ് നന്നായി ഒന്ന് ഞാൻ ഒരിച്ചെടുക്കാം കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് തന്നെ അത് കാണാൻ പറ്റും ഞാൻ ഒഴിക്കുന്ന സമയത്ത് തന്നെ. അതായത് കാറൊക്കെ നല്ലോണം പോകുന്നത് ഇത് കണ്ട. കറൊക്കെ നല്ല ഇളകിക്കുന്ന നല്ല ഈ നമ്മുടെ വിനാഗിരിയുടെ മണമൊക്കെ ഉണ്ട്. കറൊക്കെ ഇളകുന്നത് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടാവും. അപ്പോൾ ഞാൻ നന്നായി കേകി എടുത്തിട്ടുണ്ട്. ഇതിലെ കറൊക്കെ നല്ലോണം ഇളകിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇത് നമുക്ക് ഈ പാത്രം മാത്രമല്ല, അതുപോലെ സ്റ്റീലിൻ്റെ പാത്രങ്ങളൊക്കെ നമുക്ക് കറൊക്കെ ഇളക്കാൻ നമുക്ക് സഹായിക്കുന്ന ഒരു നല്ലൊരു മിക്സാണ് കേട്ടോ അത്. അപ്പോൾ നമുക്ക് ഇതൊക്കെ നന്നായി വൃത്തിയാക്കി എടുക്കാൻ ഇതിൽ പറ്റും. ഡിഷ് വാഷറും ഏതെങ്കിലും ഒരു ഡിഷ് വാഷറും പഞ്ചസാരയും വിനാഗിരിയും കൂടി മിക്സാക്കി നമുക്ക് ഉപയോഗിക്കുകയാണെങ്കിൽ നമ്മുടെ പാത്രങ്ങളൊക്കെ അതുപോലെ നന്നായി തിളങ്ങും കേട്ടോ. അപ്പോൾ അതുപോലെ നമ്മുടെ ചായക്കറ കെട്ടിയിട്ടുള്ള പാത്രങ്ങളിലൊക്കെ നമുക്കിതൊന്ന് യൂസ് ചെയ്ത് നോക്കാം കേട്ടോ. അപ്പോൾ ഇതുപോലെ മറ്റു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. അതുപോലെ ബൈ.